നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യേ നൽകപ്പെട്ട യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവുമില്ല. ക്രിസ്തയേശുവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വളരെ സന്തോഷത്തോടുകൂടെ ഈ ദിനത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തരുന്ന ഈ നല്ല സാഹചര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പ്രത്യേകിച്ചും ഈ സഭയുടെ സന്തോഷവും കൂട്ടായ്മയും കാണുമ്പോൾ ഞാൻ ദൈവത്തിന് വളരെ നന്ദി പറയുന്നു. എങ്ങനെയാണ് ഈ ദേശത്ത് സുവിശേഷം വന്നതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. 5 പിതാക്കന്മാർ മിഷണറിയുടെ അടുത്ത് പോയിട്ട് അവർ ആവശ്യപ്പെട്ട കാര്യം ഇങ്ങനെയാണ്: ഞങ്ങളുടെ നാട്ടിൽ മനുഷ്യർ മൃഗങ്ങളെപ്പോലെ ആയിരിക്കുകയാണ്, നായ്ക്കളെ പോലെ ചത്തുപോയ മനുഷ്യരെ കുഴിച്ചിടുകയാണ്. അങ്ങ് വന്ന് ഞങ്ങളുടെ നാട്ടിൽ സുവിശേഷം നൽകണം. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ഈ ദേശത്ത് സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കുവാൻ വേണ്ടി 5 പിതാക്കന്മാരുടെ കഠിനമായ അധ്വാന ഫലമായി ഇന്നൊരു വലിയ സമൂഹം ദൈവത്തെ ആരാധിക്കുന്നത്. ഇത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പട്ടികയിൽ പോലും എൻ്റെ നാടിന്റെ ചരിത്രം എടുത്ത് നോക്കിയാലും ഇവിടത്തെ ചരിത്രം എടുത്ത് നോക്കിയാലും എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്താത്തൊരു സാഹചര്യത്തിൽ ഇന്ന് മനുഷ്യനെന്നല്ല, എല്ലാ അവകാശങ്ങളും നേടിയെടുത്ത തലത്തിലേക്ക് ഉയരാൻ ഗവൺമെന്റ് തലത്തിലും വിദേശ തലങ്ങളിലും ഒരു വ്യക്തിമുദ്ര പതിപ്പാൻ ഈസ്റ്റ് കേരള മഹായിടവകയിലെ ഓരോ സഭകൾക്കും കഴിയുന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ആരാധനയിൽ എന്നെ സ്വാഗതം ചെയ്ത എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നന്ദി പറയട്ടെ. ഇതെന്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. കാരണം ഞാൻ ഇന്ന് ഒരു പുതിയ വയസ്സിൽ പ്രവേശിക്കപ്പെടുകയാണ്. ഞാൻ എന്നോട് തന്നെ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ പറയട്ടെ. അപ്പോൾ എനിക്ക് മറക്കാൻ കഴിയത്തില്ല ഈ സഭ ഇങ്ങനൊരു മനോഹരമായ ആരാധനയിൽ നിങ്ങളുമായിട്ട് ചേർന്ന് ദൈവം തന്ന പുതിയ വയസ്സിന് നന്ദി പറയാൻ ദൈവം എനിക്ക് അവസരം തന്നിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവവചനം ഈ നാളുകളിൽ പറയാൻ അവസരം തന്ന നന്ദി അച്ഛനെ, ഞങ്ങളെ വളരെയധികം സ്നേഹിച്ച് കരുതിയ കൊച്ചമ്മയെ, ആ പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങൾക്ക് നല്ല ഭക്ഷണം ഒരുക്കി തന്ന ആൻറ്റിയെ, വിശേഷിച്ചും വളരെ സ്നേഹത്തോടെ ഓരോ ദിവസവും ഞങ്ങളുടെ ക്ഷേമങ്ങൾ കൈകാര്യം ചെയ്ത സെക്രട്ടറിയെ, കൈക്കാരന്മാരെ, കമ്മിറ്റിയെ, ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളെയും. ഇന്നത്തെ ആരാധനയിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയം ആകർഷിച്ചത് ഓർഗൻ വായിക്കുന്ന കുഞ്ഞാണ്. അത്ര ഭംഗിയായിട്ട് അവൻ ആ കോഴ്സൊക്കെ പിടിക്കുന്നത്. ദൈവം ശക്തീകരിക്കട്ടെ. ഈ ഹൈ റേഞ്ചിലൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ കൊയറിൽ ഓർഗൻ വായിക്കുന്ന പിള്ളേര് കുറവായിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് നികത്തുന്ന ഒരു തലമായി ഞാനത് കാണുന്നു. കർത്താവ് ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മുൻപിൽ സമയം വളരെ പരിമിതമാണ്. ഈ ദിവസങ്ങൾ നിങ്ങൾ നൽകിയ സ്നേഹത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി. തുടർന്നും ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവരും സന്തോഷത്തിലാണോ? ആണോ? ആരെങ്കിലും എന്നോട് സംസാരിക്കാം കേട്ടോ. നിങ്ങളുടെ പൊതു ആരാധനകൾ അത് പാടില്ലെങ്കിൽ എന്നോട് സംസാരിച്ചേ. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും കംഫർട്ട് ആണല്ലോ അല്ലേ? സുരക്ഷിതമായിട്ടിരിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും ഉപദേശിയായിരുന്നു, റിട്ടയർഡായി വിശ്രമ ജീവിതം നയിക്കുന്ന പ്രിയ സാറിനെയും കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പറയുകയാണ്. എല്ലാവർക്കും വീണ്ടും എന്താണ് യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം. പോകാം ഞാൻ കൽപ്പിക്കും പോലെ, മാറില്ല പിന്മാറില്ല എന്നന്ത്യനാൾ വരെ. എൻ്റെ ഇന്നത്തെ വചന ശുശ്രൂഷയുടെ ഒരാഗ്രഹമാണ് എല്ലാവരും ഈ ഒരു പ്രതിജ്ഞ സ്വീകരിക്കണം. എൻ്റെ കൂടെ ഒന്ന് പറയാമോ? പോകാം ഞാൻ. കുറച്ചുകൂടെ പതുക്കെ പറയാം. പോകാം ഞാൻ. ഓപ്പോസിറ്റ് ആണ്. ഞാൻ പതുക്കെ പറയാൻ പറഞ്ഞത് നിങ്ങൾ ഉറച്ചു പറയും. പോകാം ഞാൻ കൽപ്പിക്കും പോലെ. എന്റെ ഇഷ്ടത്തിനല്ല ദൈവമേ, നീ എന്നെ കൽപ്പിക്കും പോലെ. പറഞ്ഞ കൽപ്പിക്കും പോലെ. മാറില്ല പിന്മാറില്ല എന്ന അന്ത്യനാൾ വരെ. ഒന്നുകൂടെ, പോകാം ഞാൻ കൽപ്പിക്കും പോലെ, മാറില്ല പിന്മാറില്ല എന്ന അന്ത്യനാൾ വരെ.
പോകാം ഞാൻ കൽപ്പിക്കും പോലെ. കുറച്ചു പാടിയേ. പോകാം ഞാൻ കൽപ്പിക്കും പോലെ. മാറില്ല പിന്മാറില്ല എന്നന്ത്യനാൾ വരെ. ഒന്നുകൂടെ എന്റെ കൂടെ ചേർത്ത് പാടാമോ? പോകാം മാറില്ല പിന്മാറില്ല. പുരുഷന്മാർ മാത്രം ഒന്ന് പാടി വന്നേ കേൾക്കട്ടെ. 1 2 3 4. ഇവിടെ പോകാൻ എനിക്ക് പോകത്തില്ല. പോകാം ഞാൻ. കുറച്ച് പാടാം. 1 2 3 4. കൽപ്പിക്കും പോലെ പിന്മാറില്ല. ഞാനിവിടുത്തെ കൊയറിനോട് എൻ്റെ പിണക്കം രേഖപ്പെടുത്തുകയാണ്. ഇത്രയും നന്നായിട്ട് പാടുന്ന പുരുഷന്മാരെ പുറത്താക്കിയിട്ട് വരേണ്യവർഗം ഈ ആധിപത്യം സ്ഥാപിച്ചിരിക്കുമ്പോൾ ഇത്രയും നന്നായിട്ട് പാടുന്ന അവരെയും നിങ്ങളുടെ കൊയറിന്റെ ഭാഗമാക്കണമെന്ന് ഞാൻ വളരെ വിനയത്തോടെ അറിയിക്കുകയാണ്. ഭൂരിപക്ഷം വരുന്നത് നിങ്ങൾ അവരെ പുറത്താക്കിയതാണോ? ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ജീവന്റെ നാഥനും പരിപാലകനുമായ കർത്താവേ, മൃഗങ്ങൾക്ക് തുല്യരായി ജീവിച്ച ഞങ്ങളെ സുവിശേഷത്തിന്റെ വചനം, സുവിശേഷത്തിന്റെ ശക്തി, സുവിശേഷത്തിന്റെ ദൈവ സാന്നിധ്യം ഇന്ന് എത്രത്തോളം ഉയർത്തിയെങ്കിൽ ഞങ്ങൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയുന്ന അന്നവും വസ്ത്രവും എല്ലാം നൽകി ദൈവം ഞങ്ങളെ പരിപാലിച്ചു. ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യം. ദേവാലയത്തെ ഞങ്ങൾ ഒരുമിച്ച് ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ ഇന്ന് ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നും ഇനി ഞങ്ങൾ എന്താകണമെന്നും തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ചുരുക്കം ചില സമയം മാത്രം ഞങ്ങളുടെ മുമ്പിലുണ്ട്. തമ്പുരാനെ അങ്ങ് നേരിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു അനുഗ്രഹത്തിന്റെ അനുഭവമായി ഈ ദിനങ്ങളെ മാറ്റണമേ. വിരസത കൂടാതെ തിരുവചനം പറയാൻ ദൈവം അടിയന്റെ നാവിന് ശക്തി നൽകണമേ. ജനത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ ദൈവവചനം പറയാൻ ദൈവം സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ മക്കളുടെ മേൽ നിറയണമേ. മഹത്വം അങ്ങേറ്റെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയാകണം. സ്വർഗീയ നല്ല പിതാവേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചത് ഒന്ന് വേഗത്തിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ഒരു 40 മിനിറ്റ് സമയമാണ് നമ്മുടെ മുൻപിലുള്ളത്. പരമാവധി ഞാൻ വേഗത്തിൽ ഇന്നത്തെ വചനം പറയാൻ ശ്രമിക്കാം. ആരാണ് വിശ്വാസി? ആരാണ് വിശ്വാസി? ഞാനല്ല. ഒന്ന്, ആരാണ് വിശ്വാസി? ശരിക്കും ഈ പള്ളിയിലിരിക്കാൻ ഭയങ്കര സന്തോഷം തോന്നിയാണ്. കാരണം ഒരാഴ്ച പ്രസംഗിച്ചത് അതുപോലെ അടുത്ത ആഴ്ച പ്രസംഗിച്ചാലും ഒരു കുഴപ്പമില്ല. ആരാണ് വിശ്വാസി? മനസ്സ് തുറന്ന് മനുഷ്യനെ സ്നേഹിക്കുന്നവനാണ് വിശ്വാസി. 2, ആരാണ് വിശ്വാസി? സ്ഥിരതയോടുകൂടെ ജീവിക്കുന്നവനാണ്
വിശ്വാസി. വിളിച്ചൊരു ദൈവമാണ്, ദൈവത്തിന്റെ കൈ മുറുകെ പിടിച്ച് ജീവിക്കുന്നവനാണ് വിശ്വാസി. 3, ആരാണ് വിശ്വാസി? ത്യജിക്കാനുള്ള ഒരു മനസ്സ്. കർത്താവിന് വേണ്ടി സമയമായാലും ജീവിതമായാലും എല്ലാ ദൈവനാമ മഹത്വത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങളൊരു വിശ്വാസി. ഇന്നലത്തെ ദിവസം നമ്മൾ ധ്യാനിച്ചത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ്. കണ്ടുപിടിച്ചത് ഞാൻ വിശ്വസിക്കുക. ഒന്നാമത്തെ ചിന്ത എന്തായിരുന്നു? ഒരു പരീക്ഷണമായിരുന്നു. ഒന്നാമത്തെ എന്തായിരുന്നു? സൂത്രങ്ങൾ കാണിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ പാടിയാലും ചാടിയാലും തുള്ളിയാലും എന്തില്ല? പരിശുദ്ധാത്മാവില്ല. അഭിനയിക്കാൻ ആർക്കും പറ്റും. 2, പുരുഷന്മാർ നോക്കുന്നുണ്ട, ഇത് ആദ്യമായിട്ട് കേൾക്കും പോലെ തോന്നുന്നു. 2, കഷ്ടതകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ മനസ്സില്ലാത്ത വിശ്വാസികളുടെ മുമ്പിൽ ഹൃദയത്തിൽ എന്തില്ല? പരിശുദ്ധാത്മാവില്ല. അവൻ കഷ്ടത വരുമ്പോൾ പേടിച്ചു. 3, വിശ്വാസമില്ലാത്തവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. അതിലൊന്ന് ഏതാ പറഞ്ഞ? ദൈവവിശ്വാസം. 2, ആത്മവിശ്വാസം. 4, നമുക്കുള്ളത് തന്നെ അഹങ്കാരം. അഹങ്കാരമുള്ള മനുഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. 5, മനസ്സ് തുറന്ന് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാത്തവന്റെ മുൻപിൽ പരിശുദ്ധാത്മാവില്ല. ഇന്ന് വേഗത്തിൽ ഞാൻ വചനം പറയാൻ ശ്രമിക്കാം. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ സംബന്ധിക്കുക. ഇന്നത്തെ വചനത്തിന് 4 സെഗ്മെന്റുകളുണ്ട്. സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ റിയാലിറ്റി ഷോ നടക്കുമ്പോൾ സെഗ്മെന്റുകളായിട്ട് തിരിക്കത്തില്ല. അതുപോലെ 4 സെഗ്മെന്റ്. വേഗത്തിൽ പോകണം നമുക്ക്. 1, ചോദ്യം ഉത്തരം വേണം. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഉത്തരം പറയാം. എന്നോടൊന്നും ചോദിക്കാൻ നിങ്ങൾക്ക് അവസരമില്ല. ഞാനത് കേട്ട് മടുത്താണ്. സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് ചോദ്യം കേട്ട് എനിക്കിനി വയ്യ. ഞാൻ ചോദിക്കാൻ നിങ്ങൾ ഉത്തരം പറഞ്ഞു. അത് 1ാമത്തെ ഘട്ടം. 2, ഒരു പരീക്ഷയെന്നല്ല, ഒരു പരിശോധന. എനിക്ക് നിങ്ങൾക്കും ഒരു അസുഖമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. നമ്മൾ ഒരുമിച്ച് പരിശോധിക്കും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് തന്നെ റിസൾട്ട് അടിച്ച് നിങ്ങളെ കയ്യിൽ തരും. എനിക്ക് അസുഖമുണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിക്കണം. 3, ഒരു ചെറിയ പരീക്ഷ. നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യും. 4, ഒരു 5 or 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സന്ദേശം. ഇത്രയാണ് ഇന്നത്തെ വചന ധ്യാനം. അപ്പൊ 1ാമത്തെ എന്താണ്? കർത്താവ് എന്നെയും കൂടെ ഉറക്കരുത്. 1ാമത്തെ എന്താണ്? ഉറച്ചു പറ. ചോദ്യോത്തരം. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചോദിക്കാൻ മക്കളെ. 2ാമത്തെ എന്താണ്? ഒരു രോഗമുണ്ടോ എന്നുള്ള ഒരു പരിശോധന. രോഗം ഞാൻ പിന്നെ പറയാം. 3, പരീക്ഷ. 4, ഒരു സന്ദേശം. പിള്ളേർക്ക് ഇഷ്ടം പരീക്ഷയും ചോദ്യവുമാണ്. ചോദ്യം 1, സുവിശേഷത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഉണ്ടോ? ഇന്ന് സുവിശേഷം വായിച്ചപ്പോൾ നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഈ സഭയുടെ ഈ പ്രമുഖമായ ഈ പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം എന്തായിരുന്നു? സുവിശേഷ മഹായോഗം. ഇന്നലെയും മെലിഞ്ഞാണ്ടും ഇന്നുമായിട്ട് സുവിശേഷ മഹായോഗം നടക്കുകയാണ്. അപ്പൊ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സുവിശേഷത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സുവിശേഷമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ 1ാമത്തെ ചോദ്യം, എന്താണ് സുവിശേഷം? എന്നെ നോക്കിക്കൊണ്ടിരിക്കാനല്ല, ഉത്തരം പറ. എന്താണ് സുവിശേഷം? പറഞ്ഞോ, ബൈബിളിൽ നിന്നോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തെങ്കിലും പറഞ്ഞേ. ദൈവവചനം. ഓക്കെ, വേറെ? സുവിശേഷം. വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വിശ്വാസം എന്നതോ ഇങ്ങനെ ബൈബിളിൽ നിന്നൊരു ഡെഫിനിഷൻ പറയാമോ? എന്താണ് സുവിശേഷം? നല്ല സന്ദേശം. ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. കറക്റ്റാണ് കേട്ടോ. 2 തിമോഥെയോസ് 2:8. എന്റെ കൂടെ ചേർന്ന് പറയുമ്പോൾ 1ാമത്തെ ചോദ്യം ഉത്തരമായി. ദാവീദിന്റെ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന എന്റെ യേശുവിനെ ഞാൻ ഓർക്കുന്നതാണ് സുവിശേഷം. അപ്പോസ്തലനായ പൗലോസിന്റെ വലിയ മനോഹരമായ ഒരു ഡെഫിനിഷനാണ്. ഒന്നുകൂടെ, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന എന്റെ യേശുവിനെ ഞാൻ ഓർക്കുന്നതാണ് എന്റെ സുവിശേഷം.
എന്താണ് സുവിശേഷം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി. യേശു ഈ ലോകത്ത് ജീവിച്ചു, യേശു ഈ ലോകത്ത് പ്രവർത്തിച്ചു. ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ കല്ലറയിൽ കിടന്നുറങ്ങുമ്പോൾ എന്റെ യേശു കല്ലറയിൽ കിടക്കുകയല്ല, മരിച്ച് കല്ലറയിൽ വസിക്കുകയല്ല, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നതാണ് എന്റെ സുവിശേഷം. രണ്ടാമത്തെ ചോദ്യം, ലോകത്തിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ച വ്യക്തിയായി. ഇന്ന് ഈ സഭയിൽ ഈ സുവിശേഷം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രസംഗിക്കുന്നത് ഇത്രയേ ഉള്ളൂ: യേശു ജനിച്ചു, യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു. ലോകത്തിൽ ആദ്യം സുവിശേഷം പറഞ്ഞ ഒരാളുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ആരാ? ആട്ടിടയന്മാരാണ്, ദൂതന്മാർ. ദൂതന്മാർ മനുഷ്യരാണോ? ഇങ്ങനെ പലരും നിങ്ങളെ വഴിതിരിക്കാൻ നോക്കും. അത് തെറ്റായ ക്ലൂവ. ആദ്യത്തെ ഒരു സുവിശേഷം പാടിയത് ദൂതന്മാരാണ്. പക്ഷേ മനുഷ്യരിൽ ആദ്യം സുവിശേഷം പറഞ്ഞതാര്? കേട്ടില്ല? എനിക്ക് കേൾക്കൂടാ. യേശുവാണോ? യേശു ജനിച്ചു, യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് എവിടെയെങ്കിലും പ്രസംഗിച്ചോ? ഇല്ല. അപ്പൊ ആരാ ലോകത്തിൽ ആദ്യം സുവിശേഷം പറഞ്ഞത്? ഈ മൂന്ന് കണ്ടന്റും വേണം. അതാണ് സുവിശേഷം. യേശു ജനിച്ചു, യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു. ഇത് മൂന്നും ആദ്യം പറഞ്ഞത് ഒരു സ്ത്രീയാണ്. യേശുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സ്ത്രീയാണ് ആദ്യത്തെ സുവിശേഷം പറയുന്നത്. ആരെന്നറിയോ? മറിയം. ഏത് മറിയം? മഗ്ദലനക്കാരത്തി മറിയം. യേശുവിന്റെ കല്ലറയിൽ പോയി യേശു അവിടെ ഇല്ല എന്നുള്ള വാർത്ത മനസ്സിലാക്കിയിട്ട് ഈ മഗ്ദലന മറിയം ശിഷ്യ സമൂഹത്തിന്റെ അടുത്ത് പോയി പറയുകയാണ്, അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ കൺവെൻഷൻ പ്രസംഗം അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗം. 2 ചോദ്യം 2 ഉത്തരമായി. എന്താണ് സുവിശേഷം? ഇങ്ങനെ എഴുതാൻ തീരത്തില്ല, ഇനി വെറും അരമണിക്കൂറേ ഉള്ളൂ. എന്താണ് സുവിശേഷം? ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങൾക്ക്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർക്കുക. അതാണ് എന്റെ സുവിശേഷം. അത് എവിടെ കിടക്കുന്നു? 2 തിമോഥെയോസ് 2:8. ലോകത്തിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ച വ്യക്തി. അടുത്ത ഒരു ചോദ്യം, ആരായിരുന്നു ഈ മഗ്ദലന മറിയം? അവൾക്കൊരു കഴിഞ്ഞ കാലമുണ്ട്. എല്ലാവർക്കും ഒരു കഴിഞ്ഞ കാലമുണ്ട് കേട്ടോ. ദൈവം ആ കഴിഞ്ഞ കാലത്തിൽ നിന്നാണ് ഒരു പുതിയ സൃഷ്ടിയാക്കി നമ്മെ രൂപപ്പെടുത്തുന്നത്. ആരോ പറഞ്ഞു, ആരാണ് മഗ്ദലന മറിയം? പാപിയായ സ്ത്രീ. ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം മഗ്ദലന മറിയത്തെ പാപിയായ സ്ത്രീയായി ബൈബിൾ പരിചയപ്പെടുത്തുന്നില്ല. അപ്പൊ എവിടെ നിന്ന് കിട്ടി ഈ പാപിയായ സ്ത്രീ? വള്ളത്തോൾ കവിത എഴുതിയപ്പോൾ പാപിയായ മഗ്ദലന മറിയം എന്നൊരു പ്രയോഗം നടത്തി. അപ്പൊ ആ പ്രയോഗത്തിൽ നിന്നാണ് ഈ പാപിയായ, നമ്മൾ ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ മതി, പിന്നെ ബാക്കി നമ്മൾ ഏറ്റുപാടുമല്ലോ. അത് നമ്മുടെ ക്യാരക്ടറാണ്, മാറത്തില്ല. ഇതിലുണ്ടോ ഇല്ലയോ? ഞാൻ കുറെ കാര്യം പറയുന്നത് ഇത് കേട്ടിട്ടങ്ങ് പോയാൽ പോലെ, ഇതിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം കേട്ടോ. അപ്പൊ ശരിക്കും ആരാ മഗ്ദലന മറിയം? ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യം ഒരാൾ ഉറച്ചു വായിച്ച് അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് 8:2. ആരാണ് മഗ്ദലന മറിയം? ഉത്തരവായി. ആരായിരുന്നു മഗ്ദലന മറിയം? 7 ഭൂതം പിടിച്ചവളായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലത്തിൽ ആരായിരുന്നു മഗ്ദലന മറിയമെന്ന് ആ നാട്ടിൽ പോയി തിരക്കിയാൽ ആ നാട്ടുകാർ പറയും, 7 ഭൂതം പിടിച്ച ഒരു സ്ത്രീ. അവളാണ് ആദ്യത്തെ കൺവെൻഷൻ പ്രസംഗിച്ചത്, അല്ലെങ്കിൽ ആദ്യത്തെ സുവിശേഷ യോഗത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നിന്നത്. എനിക്കിന്ന് വളരെ സങ്കടമുണ്ട്. ലോകത്തിൽ ആദ്യം സുവിശേഷം സ്ത്രീകൾ പ്രസംഗിച്ചെങ്കിൽ ഇന്ന് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് എന്താ കഴിവില്ലേ? വരണം, വന്ന് ശക്തിയായിട്ട് സുവിശേഷം പറയണം. 3 ചോദ്യങ്ങൾ 3 ഉത്തരങ്ങൾ. 1, എന്താണ് സുവിശേഷം? ഇപ്പൊ തീരുവത്. അടുത്തിരി നേരെ നമ്മൾ രോഗപരിശോധനയ്ക്ക് പോവുക. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി
യേശുവിനെ ഓർക്കുക. അതെവിടെ കിടക്കുന്നു? ലോകത്തിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ച വ്യക്തി അത് ഏത് ഭാഗത്താണ്? യോഹന്നാൻ 20-ാം അധ്യായം. 3 ആരായിരുന്നു മദ്ദല മറിയം? 4 ജനറൽ നോളജ് ആണ്, ബൈബിളിൽ നിന്നല്ല. അതിന് ഉത്തരം പറയും. ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ഭൂതമുണ്ടോ? നീ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ തലയാണ്, എന്നെ കണ്ടിട്ടാണോ? ഞാൻ ഈ ചോദ്യം എന്റെ നാട്ടിലൊരു പള്ളി, ആ പള്ളിയിൽ ചോദിച്ച സമയത്ത് ഒരു കുഞ്ഞ്, ഞാനിങ്ങനെ മൈക്ക് ഇങ്ങനെ പിടിച്ചു എന്ന് പ്രസംഗിക്കുക. എനിക്ക് തോന്നുന്നു 8 or 9 വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടി. എനിക്ക് ഒത്തിരി സ്വാധീനമുള്ള ഒരു പള്ളിയാണ്, എന്റെ മാതൃപള്ളി പോലത്തെ ഒരു പള്ളി. ഞാൻ ചോദിച്ചു, ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ഈ കുഞ്ഞു പറഞ്ഞ വാക്കാണ്. ഞങ്ങളുടെ മുമ്പിൽ മൈക്കും വെച്ചോണ്ട് നിൽക്കുകയല്ലേ, ഇനി ആരെ കാണാനാ? ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ഭൂതം ഉണ്ടോ? പോട്ടെ, ഭൂതത്തെ പേടിയുണ്ടോ? ധൈര്യശാലികളാണല്ലേ. രാത്രി 12 മണിക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വീട്ടിന്റെ പുറത്തിറങ്ങിയിട്ട് വന്നാൽ വാഴ ഇല ഒന്ന് അനങ്ങി നോക്കണം. ഞാൻ പറയും, ഭൂതം എന്ന് പറയുന്നത് ഒരു രോഗമാണ്. ഭൂതം എന്ന് പറയുന്നത് രോഗമാണ്. പരമാവധി എല്ലാ രോഗങ്ങൾക്കും സിംറ്റംസ് ഉണ്ട്. ഉണ്ടോ? COVID-19 സിംറ്റംസ് എന്താണ്? പനി വരും, ശ്വാസതടസ്സം വരും, മണം ഗന്ധം കിട്ടാതാകും. ഇതൊക്കെ തുടക്കം. അത് ക്രിട്ടിക്കലാകാം, പക്ഷെ ഒന്നുമില്ലാതെ പോകാം, അല്ലേ? ഒരു മെഡിസിൻ എടുക്കാതെ അത് മാറുകയും ചെയ്യാം. എല്ലാ അസുഖങ്ങൾക്കും സിംറ്റംസ് ഉള്ളതുപോലെ ഭൂതം പിടിച്ച മനുഷ്യനും ചില ലക്ഷണങ്ങളുണ്ട്. ഇന്ന് വചന ധ്യാനത്തിൽ ഞാൻ ആ ലക്ഷണങ്ങൾ പറയാൻ പോവുകയാണ്. ഞാൻ ഈ ലക്ഷണങ്ങൾ പറയുമ്പോൾ 2ാമത്തെ ഘട്ടത്തിൽ നമ്മൾ എത്തും. നമ്മളെല്ലാവരും നമുക്ക് ഈ രോഗമുണ്ടോ എന്ന് പരിശോധിക്കും. ചോദ്യ ഉത്തരവേള തീർന്നു. ഹാപ്പി അല്ലേ? ഇനി വെറും 3 കാര്യം. ഒന്ന് തീർന്നല്ല, നമുക്ക് ഓരോന്ന് തീരുമ്പോഴും സന്തോഷമാണ്. ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് നിർത്താം. കുറച്ച് പറയണേ. എന്താണ് സുവിശേഷം? എനിക്കൊന്നും കേട്ടില്ല, എന്തോ കിടന്ന് അലയ്ക്കുന്നതല്ലാതെ കുറച്ച് പറ. എന്താണ് സുവിശേഷം? ഇവരെ നിങ്ങൾ കേൾക്കണ്ട കേട്ടോ. വേറല്ല, ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചത്. കാരണം ഇവരൊന്നും മിണ്ടത്തില്ലെന്നേ. നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ മതി. ലോകത്തിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ച വ്യക്തി ആരായിരുന്നു? മദ്ദല മറിയം. ഓക്കെ, ഭൂതം പിടിച്ചാലുള്ള 1ാമത്തെ ലക്ഷണം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നിന്ന് 5 ലക്ഷണങ്ങൾ ഞാൻ പറയാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1ഉം 2ഉം വാക്യങ്ങളാണ് 1ാമത്തെ ലക്ഷണം. ഞാൻ ഈ ലക്ഷണങ്ങൾ പറയുമ്പോൾ അവനവന്റെ ഹൃദയത്തിലേക്ക് നോക്കണം. എന്റെ ഭാര്യയ്ക്ക് ഈ അസുഖവും നോക്കികളായിരുന്നു. നമ്മൾ അങ്ങനെയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അവനാണ് ഈ കുഴപ്പമോ നമ്മൾ പറഞ്ഞത്. അവരവരുടെ ഹൃദയത്തിലേക്ക് നോക്കണം. എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്ന് ഉറച്ചു വായിച്ചേ. വിശുദ്ധ മർക്കോസ് 5:1. മതി. 1ാമത്തെ ലക്ഷണം, കല്ലറയിൽ ജീവിക്കുന്ന മനുഷ്യന് ഭൂതമുണ്ട്. കല്ലറയിൽ ജീവിക്കുന്ന മനുഷ്യന്. ആരാണ് കല്ലറയിൽ ജീവിക്കുന്നത്? ഈ ലോകത്തിലെ മനുഷ്യരെ ഞാൻ 2ആയി തരംതിരിക്കുന്നു. ഒന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ, 2 മരിച്ചുപോയ മനുഷ്യൻ. പണ്ടൊക്കെ ആയിരുന്നു ആണ് പെണ്ണ് എന്ന് പറഞ്ഞ് 2ആയിട്ട് തരംതിരിക്കുന്നത്. ഇന്ന് ആ തരംതിരിവൊന്നുമില്ല കേട്ടോ. ഞങ്ങളെ തിരുവനന്തപുരത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ ഈ അടുത്ത സമയത്ത് നടന്ന ഒരു വിപ്ലവകരമായ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, വാഷ്റൂം ജെന്റ്സ് ഫീമെയിൽ ആ ബോർഡ് മാറ്റി 2 പേർക്ക് ഉപയോഗിക്കും. ഞാൻ കാണുന്നു സമീപ കാലഘട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു സഭ വരും. വരണം. സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സ്ഥലം,
ഇവിടെ ഇവർക്ക് കയറാൻ പാടില്ല, ഇവിടെ ഇപ്പുറത്തോട്ട് പോകാൻ പാടില്ല. അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് മനുഷ്യനെ രണ്ടായിട്ട് തരംതിരിക്കാം. ജാതിയുടെ പേരിൽ തിരിക്കാൻ പറ്റത്തില്ല, മതത്തിന്റെ പേരിൽ തിരിക്കാൻ പറ്റത്തില്ല, ജെൻഡറിന്റെ പേരിൽ തിരിക്കാൻ പറ്റത്തില്ല. രണ്ട് വ്യക്തികളെ ഉള്ളൂ. ഒന്ന് ജീവിച്ചിരിക്കുന്നവൻ, രണ്ട് മരിച്ചവൻ. ഈ മരിച്ചു പോയവനെ ഞാൻ രണ്ടായി തരംതിരിക്കുന്നു. അതാരെന്ന് ചോദിച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവനുള്ളവൻ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവൻ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ആരാണ് ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചവൻ? ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാത്തവൻ, ഞാൻ പറയും, മരിച്ചുപോയ. കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. വില കൂടി ഒരു പുസ്തകം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ജീവിക്കുന്ന ദൈവത്തിന്റെ ആരാധനാലയത്തിൽ വരാൻ സാഹചര്യം ഉണ്ടായിട്ടും മാറി നിൽക്കുന്നവൻ മരിച്ചുപോയത്. പ്രഭാതത്തിലും പ്രദോഷത്തിലും മുട്ടുകൾ മടക്കി പ്രാർത്ഥിക്കേണ്ട സമയത്ത് ദൈവമേ ഇന്നത്തെ ദിവസം തന്ന നീയാണ്, ഇന്നത്തെ ഒരു ദിവസവും നടത്തിയത് നീയാണ് എന്ന് പ്രാർത്ഥിക്കാതെ അലസതയോടുകൂടെ ജീവിക്കുന്നവൻ ബാക്കി നിങ്ങളെ മരിച്ചുപോയവൻ. ഭയങ്കര പ്രധാനിയായിരിക്കും, ഭയങ്കര പ്രസംഗകനുമായിരിക്കും, പക്ഷേ ദൈവവുമായി അവന് യാതൊരു ബന്ധവുമില്ലെങ്കിൽ അവൻ ആരാ? മരിച്ചുപോയവനാ. വചനം പറയുന്നത് നിങ്ങൾ ദൈവത്തെ എങ്ങനെ അറിയണമെന്നറിയാമോ? ദൈവത്തെ രുചിച്ചറിയണം. ദൈവത്തെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ദൈവമുണ്ടോ? രുചിച്ചറിയണം. കൊച്ചമ്മയോട് ഞാൻ കാര്യം ചോദിക്കട്ടെ, എന്റെ ദീനയോടല്ല ഇവിടുത്തെ കൊച്ചമ്മ. കൊച്ചമ്മേ, പഞ്ചസാര കയ്പാണോ മധുരമാണോ? അറിഞ്ഞൂടാ, മിണ്ടൂല്ലോ. മധുരമാണ്. ഞാൻ പറയാണ് കൊച്ചമ്മ കയ്പാണ്, സമ്മതിക്കുമോ? എന്നെ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കരുത്. ഞാൻ കൊച്ചമ്മ എടുത്ത് പറയാണ്, കൊച്ചമ്മ പഞ്ചസാര കയ്പാണ്, സമ്മതിക്കുമോ? ജസ്റ്റാണ് ഞാൻ. ഇല്ല, കൊച്ചമ്മ സമ്മതിച്ചാൽ ഞാൻ കൊച്ചമ്മയ്ക്ക് 5 സെന്റ് എഴുതി തരാം. സമ്മതിക്കുമോ? ഇല്ല. ചില ആൾക്കാരുണ്ട്, എന്തെങ്കിലും കിട്ടിയാൽ മതി, ഏത് വേഷം മുടക്കില്ല. പക്ഷെ കൊച്ചമ്മ സമ്മതിക്കത്തില്ല. എന്തുകൊണ്ട് സമ്മതിക്കത്തില്ല? കൊച്ചമ്മ മധുരമെന്ന് രുചിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ദൈവത്തെ രുചിച്ചറിഞ്ഞവന്റെ മുൻപിൽ നിരീശ്വരവാദ പുസ്തകം വന്നാലും, സൗഹൃദങ്ങൾ വന്നാലും, സയൻസിന്റെ അഗ്രതലത്തിൽ നിൽക്കുന്ന ഡെഫിനിഷൻസ് വന്നാലും അവൻ പറയും, എനിക്കറിയാം എന്റെ ദൈവത്തെ, എനിക്കറിയാം എന്റെ ദൈവത്തെ, ദൈവത്തെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവത്തിന്റെ വചനത്തെ പ്രമാണിച്ച് ദൈവത്തിന്റെ വഴികളിൽ ജീവിക്കുന്ന മനുഷ്യൻ ജീവനുള്ള മനുഷ്യൻ. സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ചിരിക്കാൻ മനസ്സില്ലാത്ത അപ്പൻ മരിച്ചുപോയി. പ്രാർത്ഥിക്കേണ്ട സമയത്ത് കടവരാതിരുന്ന് സുറ പറയുന്ന പുരുഷന്മാർ നിങ്ങൾ തന്നെ പറയാം. പണ്ട് 7 മണിയാകുമ്പോൾ കരയുന്ന ഒരു കൂട്ടം അമ്മമാരുണ്ടായിരുന്നു. ഇന്നും ഉണ്ട്. പണ്ട് പ്രാർത്ഥിച്ച് കരയുമായിരുന്നു. കരച്ചിലോട് കരച്ചിൽ, നിലവിളിയും കരച്ചിലും, മൊബൈൽ ഫോൺ അഡിക്ഷൻ. ഞാൻ മിഷണറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞായറാഴ്ച 3 മണിക്കാണ് ആരാധന. രാവിലെ ഞാൻ ഫ്രീ ആയിട്ട് റൂമിൽ കിടക്കുക. ഞായറാഴ്ച രാവിലെ. എന്റെ നാട് ശരിക്കും പാറശാല എന്ന് പറഞ്ഞാൽ അറിയാമോ? നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ കളിയാക്കും അല്ലേ പലപ്പോഴേ? പ്രിയപ്പെട്ടവരെ, അതിന്റെ അടുത്ത എന്റെ നാട്. അപ്പൊ എന്റെ നാട്ടിലെ ഒരു ചെക്കൻ എന്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. 9 മണിക്ക് ഞാൻ തിരിച്ചവന് മെസ്സേജ് അയച്ചു. ഞാൻ മുറിയിൽ കിടക്കുക. സുഖമാണോ, ക്ലൈമറ്റ് എങ്ങനെ, കൊള്ളാം, കാലാവസ്ഥ, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കുശലാന്വേഷണം നടത്തുക. അപ്പൊ പെട്ടെന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, എടാ ഇന്ന് ഞായറാഴ്ചയല്ലേ? ചേട്ടാ, എടാ നീ ഇന്ന് പള്ളിയിൽ പോയില്ലേ? പോയി ചേട്ടാ. നീ ഇപ്പൊ എവിടെയാടാ? പള്ളിയിലാണ് ചേട്ടാ. ഇപ്പൊ അവിടെ എന്താണ്? മധ്യസ്ഥ പ്രാർത്ഥനയാണ് ചേട്ടാ. അടിച്ചു വിട്ടോണ്ടിരിക്കുകയാണ്.
അവൻ മൊബൈലില് ചെയ്തെന്നേ ഉള്ളൂ. ഇവിടെ പലരും വീട്ടിനകത്താ ഇവിടെ ഇരിക്കുന്നെങ്കിലും ബിസിനസ് രംഗത്താ, പല പരിപാടികളുമാണ്, അല്ലയോ? നിങ്ങളല്ല ഞാൻ പറഞ്ഞ, വെറുതെ പറഞ്ഞതാ. അപ്പൊ ദൈവത്തെ രുചിച്ചറിയാത്ത മനുഷ്യൻ, അവനുള്ള അസുഖത്തിന്റെ പേരാണ് ഭൂതം. അവന് പ്രാർത്ഥിക്കാൻ ഇഷ്ടം. നിങ്ങളൊക്കെ പറയത്തില്ലേ ഇങ്ങനെ ബൈബിൾ വായിക്കാൻ ഇഷ്ടമല്ല. നിങ്ങൾ ശരിക്കും ബേസ് മനസ്സിലാക്കണം. ഈ ഇഷ്ടക്കുറവിന്റെ കാരണം ഒരു അസുഖമാണ്. കുഞ്ഞിന് പള്ളിയിൽ വരാൻ താല്പര്യമില്ലെന്നേ. എന്റെ കുഞ്ഞ് ഇന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞു, അപ്പനാണ് പ്രസംഗം. ഞാൻ പറഞ്ഞു, ഓമല്ല വയറ്റില് കുറച്ചൊക്കെ തീരെ ഉറക്കില്ലായിരുന്നു. അപ്പൊ എവിടെയൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്റെ ഭാഗത്തോടൊക്കെ മനസ്സിലായേ. ഞാൻ എന്നെ തന്നെ കുത്തപ്പോ നിങ്ങൾക്കൊരു സന്തോഷം വരും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്വന്തമായിട്ട് കുത്തുന്നേ. ഒന്ന്, ദൈവത്തെ രുചിച്ചറിയാത്ത വയസ്സ് 50 75 ഇതുവരെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്തിട്ടില്ല. ഒരു അസുഖത്തിന്റെ ബേസിൽ നിൽക്കുക. 2, വായിച്ചേ ബാക്കി. രണ്ട്, ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട ഈ മനുഷ്യൻ ചങ്ങല പൊട്ടിച്ച് ജീവിക്കുന്നു. ക്രിസ്ത്യാനിയെ, മറ്റു മനുഷ്യർ ജീവിക്കും പോലെ എനിക്ക് നിങ്ങൾക്കും ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. മറ്റു മനുഷ്യർ ജീവിക്കും പോലെ ക്രിസ്ത്യാനിയായ എനിക്ക് നിങ്ങൾക്കും ജീവിക്കാൻ, കാരണം ദൈവത്തിന്റെ കൽപ്പന കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാണ് നമ്മൾ. ആണോ? ദൈവത്തിന്റെ കൽപ്പന എന്താ? പെട്ടെന്ന് പറയണേ. ദൈവം എന്നോട് നിന്നോട് പറഞ്ഞ കൽപ്പന എന്താ? ഇന്ന് അച്ഛൻ വായിച്ചു, ആരാധന കിടക്കി. പറ. വെറും 2 കാര്യങ്ങൾ. നമ്മളെ ബന്ധിച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. 1. 2, നീ മനുഷ്യനെ, ഇതിൽ ഏതാണ് നമ്മൾ പൊട്ടിച്ചിട്ടുള്ളത്? ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കാൻ എനിക്ക് നിനക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്കൊരു അസുഖമുണ്ട്. അസുഖത്തിന്റെ പേരാണ് ഭൂതം. ഈ 3 ദിവസവും ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യനെ സ്നേഹിക്കുക, നിന്നെ ഉപദ്രവിച്ചവനെയും സ്നേഹിക്കുക, നിന്നെ തകർത്തവനെയും സ്നേഹിക്കുക. 4ാമൻ കൺവെൻഷനിൽ എന്റെ ഹൃദയത്തിൽ പതിഞ്ഞൊരു ഗാനമുണ്ട്. ഇന്ന് പല സ്ഥലങ്ങളിലും പോയാൽ പാടുന്ന പാട്ടുകൾ, അങ്ങനെ ഒരു പാട്ട് പോലും നിങ്ങൾ അങ്ങനെ കേട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി പാട്ടുകളൊക്കെ ഉണ്ട്. തീ കത്തിക്കുക, തീ കത്തിപ്പും, തീ പോലെ ഇറങ്ങണമേ. പാട്ട് മോശമെന്നല്ല ഞാൻ പറഞ്ഞു, പരിപാടി കൊള്ളാം. പക്ഷെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ സാധനം വന്ന് ഇവിടെ നമ്മൾ എവിടെ ചോടും. ശത്രുവിനെ സ്നേഹിപ്പാൻ നീ കൽപ്പിച്ചിട്ടും മിത്രത്തെ പോലും ഞാൻ സ്നേഹിച്ചില്ല. ശത്രുവിനെ സ്നേഹിപ്പാൻ നീ കൽപ്പിച്ചിട്ടും മിത്രത്തെ പോലും ഞാൻ സ്നേഹിച്ചില്ല. എന്നെ മാത്രം സ്നേഹിച്ചു ഞാൻ സ്വാർത്ഥനായി നിരന്തരം നിന്നെ ക്രൂശിച്ചിട്ടും. ഭാര്യ ഭർത്താവ് ഒരു ശരീരമാണ്, സ്നേഹമാണ്. ചിന്തിക്കണം കേട്ടോ. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കൺവെൻഷന് പോയി. അധികാരം മഹാരാജ എനിക്ക് താമസിക്കാൻ ഒരു ഡോക്ടർ ഭവനം, വിഭവസമൃദ്ധമായ ഭക്ഷണം. 3 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലേഡി ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങളെ വീട്ടിൽ എന്തെങ്കിലും മനസ്സിലായി? അപ്പം എനിക്കൊന്നും പിടികിട്ടിയില്ല. കാരണം ഞാൻ പലപ്പോഴും മുറിയിൽ തന്നെ കാണും.
3.5 വർഷമായി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട്. വൈഫും ഹസ്ബൻഡും 3.5 വർഷമായി. ആഹാരത്തിനൊരു കുറവുമില്ല, ദൈവദാസന്മാർക്ക് റൂമിന് കുറവില്ല, സ്നേഹമില്ല. അവള് ശരിയായാൽ ഞാൻ സ്നേഹിക്കാത്ത ഒരു പുരുഷന്മാരും വിചാരിക്കില്ല ശരിയാകില്ല. ഇത് തന്നെയാണ് പുള്ളിക്കാരെ ശരിയായിട്ട് ഞാൻ സ്നേഹിക്കാമെന്ന് ഒരു ഭാര്യമാരും പറയുന്നത്. ഇത് തന്നെയാണ് ക്യാരക്ടർ. സ്നേഹിച്ചോ? അമ്മ, ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ 1-ാം സ്ഥാനം അമ്മയ്ക്കാണോ? ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകാൻ ഞാനിവിടെ. കല്യാണം കഴിഞ്ഞാൽ ഭർത്താവാണല്ലോ ഇതിനകത്ത് ഒരു ചക്രശ്വാസം വലിക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ അമ്മയ്ക്കാണോ പ്രാധാന്യം? ഭാര്യയ്ക്ക് കുറിച്ചു നോക്കുന്നുണ്ട് അവരവരെ ഭാര്യമാർ. എന്ത് പറയും? എന്നാലും പറ, ആർക്കാ? അമ്മയും ഇതിൻ്റെ അകത്തുണ്ട്, ഭാര്യ ഇതിൻ്റെ അകത്തുണ്ട്. ആർക്കാ? മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് എവിടെ വിടണം? അനാഥാലയത്തിൽ. എന്നിട്ട് സ്നേഹിക്കും. സാറിന്റെ വൈഫ് വന്നിട്ടുണ്ടോ? ഉണ്ട്. ഒന്ന് വിളിക്കൂ. സാറ് വിളിച്ച വരുമെന്നാണ്. അനങ്ങുന്നില്ല. ആരാ? സാറിന്റെ ഭാര്യ ഒന്ന് എഴുന്നേറ്റിരിക്കും. ഒന്ന് ഫ്രണ്ടി വന്നേ, 2 മിനിറ്റ് വന്നേ. ഞാൻ ഇതൊരു അച്ഛൻ ചെയ്തൊരു കാര്യമാണ്. ഞാൻ അതുകൂടെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം. വന്നേ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്ന് വീണ്ടും നമ്മളൊന്നുകൂടെ കല്യാണം കൊടുക്കാൻ പറയാം. നാളെ നോക്കിയേ, വന്നേ. ഞാനൊരു കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ ഒരച്ഛൻ ചെയ്തൊരു പ്രവൃത്തിയാണ്. അത് ഞാനിവിടെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാൻ. കുറച്ച് കാര്യങ്ങൾ പിടികിട്ടും. അവർ ശരിയായിട്ട് ചെയ്യണം. ഗിഫ്റ്റ് ഇപ്പം കൊടുക്കരുത്. ഇതെല്ലാം കഴിഞ്ഞ് കെട്ടൊക്കെ കഴിഞ്ഞിട്ട് വേണം ഗിഫ്റ്റ് കൊടുക്കാൻ. വന്നേ. സന്തോഷമായിരിക്കുന്നോ? ഫാമിലി ലൈഫ് സന്തോഷമാണോ? ആണോ? ആ. ഇതാരാണ്? കുറച്ച് പറയണേ. എന്റെ ഭാര്യ. ആ പ്രയോഗം നോക്ക്. എങ്കിൽ ഒന്ന് കൈ പിടിക്കാമോ? ആണെങ്കിൽ കൈ പിടിച്ച്. ആരാണ്? സ്വന്തം. ഉറപ്പാണ്. 1% പോലും ഒരിടത്തും ഒരു വീഴ്ച വന്നിട്ടില്ല. വേണ്ട നല്ല പ്രശ്നങ്ങളുണ്ടാകുകയോ ആന്റി ശരിയല്ലെന്ന് വിചാരിക്കുക. ശരിയല്ലെന്ന് പറഞ്ഞാൽ പറയണമെന്ന് കേൾക്കത്തില്ല. ഭക്ഷണം പാകം ചെയ്യുന്നതെല്ലാം ഇഷ്ടമില്ലാത്ത പരിപാടിക്ക് അതിൽ ഉപ്പ് കുറച്ചാൽ ഇഷ്ടം, കൂടുതൽ ഉപ്പ് കളയൂ. ആന്റിയെ കളയൂ. ഇല്ല. എന്തുകൊണ്ട് കളയില്ല? അങ്ങനെയല്ല. അതുകൊണ്ടാണോ? എന്തുകൊണ്ട് കളയില്ല? അതുകൊണ്ടാണോ? എന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻ ഉണ്ടോ? ഇല്ല, ഒരു റിലേഷനും ഇല്ല. നിങ്ങളുടെ ഭാര്യ ഭർത്താവ്. ആരെ ഭാര്യ? എന്റെ ഭാര്യ. ആന്റി അങ്കിള് പറയും പോലെ ഒന്നും കേൾക്കത്തില്ല. കളയൂ അങ്കിളിനെ. ഇല്ല. എന്തുകൊണ്ട് കളയില്ല? ഭർത്താവിനെ കളയാത്ത കാര്യമുണ്ട്. ഇത് ആരുടെ ഭർത്താവാണ്? എന്റെ. ഞാൻ പറയുന്ന മനസ്സിലാക്കണേ. എന്റെ ഭാര്യ, എന്റെ ഭർത്താവ് ആണോ? എനിക്ക് ആ പ്രയോഗത്തിലാണ് പ്രാധാന്യം. അപ്പൊ എന്ത് ചെയ്താലും ഞാൻ കളയത്തില്ല. എന്റെ കയ്യിൽ ഒരു കുരുത്തക്കേട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ കളയോ? എന്റെ കണ്ണ് ഒരു കുരുത്തക്കേട് ചെയ്തെന്ന് ഞാൻ കണ്ണ് ചൂന്ന് കളയോ? ഭാര്യ ഭർത്താവ് ഒരു പക്ഷേ ഇഷ്ടത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത്. ഞാൻ കളയത്തില്ല. കാരണം എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ. ഈ സ്നേഹം ഉണ്ടെങ്കിൽ അസുഖമില്ല, ഇല്ലെങ്കിൽ എന്തോ അസുഖം. നല്ലൊരു ക്ലാപ്പ് കൊടുക്കണേ. അവർ രണ്ടുപേരും വന്നേ. മനസ്സ് തുറന്ന് കുടുംബങ്ങളിൽ, അയൽവാസികളിൽ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരു അസുഖമുണ്ട്. അപ്പനും അമ്മയ്ക്ക് പിള്ളേരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, പിള്ളേർക്ക് അപ്പനെ അമ്മയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അയൽവാസിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല.
എനിക്ക് ഏറ്റവും വലിയ കുഴപ്പം ഇച്ചിരി പ്രായമായവർക്ക് അടുത്തൊരു ജനറേഷനെ കണ്ടാൽ ചോദിച്ചതാണ്. പിള്ളേര് ശരിയല്ലെന്നാ പറയുന്നത്, ഇവരൊക്കെ ഭയങ്കര ശരിയാണ്. പിള്ളേർക്ക് വയസ്സായവരെ കണ്ടുകൂടാ. മനസ്സു തുറന്ന് അംഗീകരിക്കാനും സ്നേഹിക്കാനും സഹകരിക്കാനും കെട്ടിപ്പിടിക്കാനും വളരെ പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് നിനക്കൊരു അസുഖമുണ്ട്. അസുഖത്തിന്റെ പേരാണ്, എന്റെ ഭാര്യയോട് ഇരിക്കുന്നുണ്ട്, അവൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ അത്രയ്ക്ക് വേദനിക്കുന്നുണ്ടെന്നതാണ്. എന്നാലേ അവൾക്ക് സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം അവൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നുണ്ടെന്നതാണ്. കാരണം എന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവൾ അവളുടെ ഇഷ്ടങ്ങൾ കളഞ്ഞിട്ട് അവൾ അവളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നു. എന്നാലേ സ്നേഹം നടക്കൂ. സ്നേഹിക്കും. ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും തീരത്തില്ല. അപ്പൊ ഒന്ന്, ദൈവത്തെ രുചിച്ചറിയാത്ത മനുഷ്യന് ഭൂതമുണ്ട്. രണ്ട്, മനസ്സു തുറന്ന് ഈ മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഐ ലവ് യു എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റും. പ്രശ്നമാണ്. ആ പ്രശ്നത്തിന്റെ നടുവിലും നിന്റെ എല്ലാ കുറവുകളും ഞാൻ സ്വീകരിക്കുന്നു, നിന്റെ എല്ലാ വൈകല്യങ്ങളും ഞാൻ സ്വീകരിക്കുന്നു. സൗഹൃദങ്ങൾ ഭയങ്കര ബെസ്റ്റ്, ഇന്നത്തെ പദമല്ലേ ബെസ്റ്റി. കെട്ടിപ്പിടിച്ചോണ്ട് നടക്കും നാളെ രണ്ട് കുടുംബത്തിൽ. പിന്നെ പാലവെപ്പ്, അവന്റെ ജീവിതം നശിപ്പിക്കല്. മനസ്സ് തുറന്ന് സ്നേഹിക്കുക. 3, അടുത്ത് വായിച്ചാണ്. ഒന്നുകൂടെ രണ്ടുപേരും വായിച്ചോട്, ഞാൻ ശ്രദ്ധിച്ചില്ല. നിലവിളി. ഈ നിലവിളി എന്ന് പറയുന്ന പദത്തിന് ഞാൻ മലയാള ഭാഷയിൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്, ഇന്ന് ആ സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇന്ന് വേറെ ഒരുപാട് മെത്തേഡുണ്ട്. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണെന്ന്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ പിള്ളേരുമായിട്ട് കളിക്കുന്നവരും പറഞ്ഞ് സ്പീഡായിട്ട് പറഞ്ഞ് കളിക്കുന്ന ഒരു പദമുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഞങ്ങളുടെ നാട്ടിലുണ്ട് അലറലോട് അലറൽ. ഇവിടെ പറയാറുണ്ടായിരുന്നു അങ്ങനെ ഒരു പദം, അലറലോട് അലറൽ. പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ പറയും. ഞാൻ ഒറ്റ വാക്കി പറഞ്ഞു നടത്താം. ചില മനുഷ്യരുണ്ടല്ലോ, പള്ളിക്കകത്ത് വന്ന അവിടെ കിടന്ന് അലറലോട്, ചന്തയിൽ പോയ അവിടെ കിടന്ന് അലറലോട്, വീട്ടിൽ വന്ന അവിടെ കിടന്ന് അലറലോട്. ഒരു സ്ഥലത്ത് നടത്താൻ പറ്റത്തില്ലെന്നേ. എവിടെ പോയാലും അലറലോട് അലറൽ. നാക്കുകൊണ്ട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. പള്ളിയിൽ അച്ഛനോട് എന്ത് പറയണം, മാതാപിതാക്കളോട് എന്ത് പറയണം, ഭാര്യയോട് എന്ത് പറയണം, പിള്ളേരോട് എന്ത് പറയണം. ചിലപ്പോഴത്തെ പിള്ളേരെ പറയുന്ന വാക്കുകൾ കേട്ടാൽ ദൈവം പോലും സഹിക്കത്തില്ലെന്നേ. പിള്ളേരെ കായോട് നമ്മുടെ മുമ്പിൽ കിടക്കുന്നു. പിള്ളേരോട് എന്ത് പറയണം. ദൈവം എനിക്കും നിനക്കും തന്ന ഈ നാവ് കൊണ്ട് അസഭ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശാപങ്ങൾ നീ ഈ വായിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വായ് കൊണ്ട് നാക്കുകൊണ്ട് നീ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്വത്രവും പറയും സൂത്രവും പറയും. ആ സൂത്രം നിങ്ങൾ ബില്ല് ചെയ്തോ? പണ്ട് ഞങ്ങളുടെ നാട്ടിലെ അമ്മച്ചിമാർ പറയും, മക്കളെ 2 കാതും 1 നാവും തന്നിരിക്കുന്നത് എന്തിനെന്നറിയോ? കൂടുതൽ കേൾക്കണം, കുറച്ച്. ഇത് നമ്മൾ ചെയ്യുന്നത് എന്താ? ഒന്നും കേൾക്കണ്ട. വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്ന നടന്നതാണോ അങ്ങ് ഷെയർ ചെയ്യുക. അവന് കൊടുക്കുന്നു, ഇവന് കൊടുക്കുന്നു, കാട്ടുതീ പോലെ എന്ന് പറഞ്ഞു. ഇന്നൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ വരുത്തിയിരിക്കുന്നത്. നാക്കിനെ ഞാനും നീയും ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും നിനക്കും ഒരു അസുഖമുണ്ട്. അസുഖത്തിന്റെ പേരാണ് ഭൂതം. മനസ്സിലായോ? ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം തീരാറായി. കല്ലറയിൽ വസിക്കുന്നവൻ, ദൈവത്തെ രുചിച്ചറിയാത്തവൻ, ചങ്ങല പൊട്ടിച്ചവൻ, ദൈവത്തിന്റെ കൽപ്പനകളെ മുറിച്ചു കളഞ്ഞവൻ, നിലവിളിക്കുന്നവൻ, നാക്കുകൊണ്ട് ദുരുപയോഗം ചെയ്യുന്നവൻ. അടുത്തത് വായിച്ചേ. ഈ മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമ്പോൾ നല്ല രസമുള്ള ഒരു മനുഷ്യനാണ്. ഒരു കല്ലെടുക്കും, കയ്യിലിരിക്കും, കൈമുറിയും, ചോര വരും, ചോര വരുമ്പോൾ നിന്ന് കരയും. ചില മനുഷ്യരുണ്ട് സ്വയം വിഷയമുണ്ടാക്കി സ്വയം കരയും. ചെറിയൊരു ഗ്യാസിന്റെ പ്രശ്നം, ഒരു നെഞ്ച് ഇരിച്ചിരുന്നു. ഇത് എന്താണ്? ഡോക്ടർ പറയാൻ ഒരു കുഴപ്പം, ഇത് അറ്റാക്കല്ലേ.
പിന്നെ വീട്ടുകാർക്കും കിടക്കപ്പെടുകയില്ല, നാട്ടുകാർക്കും കിടക്കപ്പെടുകയില്ല. സ്വയം വിഷയം ഉണ്ടാക്കി സ്വയം കരയുന്നവർ. ഇത് ഒരു കാലഘട്ടത്തിൽ കൂടുതൽ കണ്ടിരുന്നത് പെൺകുട്ടികളല്ല. പെൺകുട്ടികൾ ചിലരൊക്കെ അവരുടെ അമ്മമാരോട് പറയും, അല്ലെങ്കിൽ എന്നെ വേണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ മോളല്ലല്ലോ, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ, നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം മറ്റവനോട് കൂടെ ആണല്ലോ, അണ്ണനോട് കൂടെ ആണല്ലോ. സ്വയം വിഷയം ഉണ്ടാക്കി സ്വയം കരയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഭവന സന്ദർശനം നടത്തുമ്പോൾ ചില അമ്മച്ചിമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മക്കളെ ഞാൻ ഗുണം പിടിക്കുകയായിരുന്നു, പക്ഷെ അവൻ ശുദ്രം ചെയ്തിട്ടാ ഞാൻ ഇങ്ങനെ. അത് അറിഞ്ഞ സംഭവം പോലും. നിങ്ങൾ 91 സങ്കീർത്തനം വായിച്ചിട്ടില്ലേ? ഒരു ബാധയും നിങ്ങളുള്ളപ്പം വേറെ വരുമോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. പിന്നെ എന്തിനാ നമ്മുടെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്? ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഭവനത്തിൽ ഒരു പൈശാചികൻ അടുക്കുവോ? നീ ദൈവത്തിന്റെ പൈതലല്ലേ? നിന്നെ സൃഷ്ടിച്ചത് ദൈവമല്ലേ? നിനക്കും കൂടെ വേണ്ടിയല്ലേ ക്രിസ്തു ഈ ഭൂമിയിൽ മരിച്ചത്? അല്ലാതെ വലിയ പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമാണോ? ദൈവത്തെ കാണുമെങ്കിൽ മിനിമം വലിയ മാസ്റ്റേഴ്സിന്റെ അടുത്ത് വേല കാണാൻ പറ്റും. നിനക്കും കൂടെ വേണ്ടിയല്ലേ ദൈവം മരിച്ചത്? ഞാൻ പറയുന്നത് ആരും മനസ്സിലാവുന്നുണ്ടാവും. സ്വയം വിഷയം ഉണ്ടാക്കി സ്വയം കരയുന്ന ആരെങ്കിലും ഇതിന്റെ അകത്തുണ്ടെങ്കിൽ എന്തിനാ ഇങ്ങനെ ജീവനം പാഴാക്കുന്നത്? മരിക്കുമ്പോ നോക്കാന്നേ. ദൈവം തന്നിരിക്കുന്ന ഓരോ നാളും സന്തോഷത്തോടെ ജീവിക്കുക, എൻജോയ് ചെയ്ത് ജീവിക്കുക. എന്തിനാ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നത്? സ്വയം വിഷയം ഉണ്ടാക്കി സ്വയം കരയുന്ന വ്യക്തികൾക്ക് അസുഖമുണ്ട്. അസുഖത്തിന്റെ പേരാണ് ഭൂതം. തമിഴ്നാട് നടക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഒരു കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഒരു ക്യാൻസർ പേഷ്യന്റിനെ കാണാൻ പോകാമെന്ന് അച്ഛൻ പറഞ്ഞു. 2 കുഞ്ഞു മക്കളാണ് കേട്ടോ, ഭർത്താവില്ല, ഭർത്താവ് കളഞ്ഞിട്ട് പോയി. ക്യാൻസർ എന്ന് കേട്ടപ്പോഴേ കളഞ്ഞിട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സെന്റിമെന്റ്സ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുക വലിയ പ്രയാസമായിരിക്കും. ഞാൻ എന്നാലും അച്ഛന്റെ ചുവട് പിടിച്ച് ഞാൻ അവിടെ പോയി. ഞാനവിടെ പോകുമ്പോൾ എനിക്ക് ഒത്തിരി ആശങ്കയുണ്ട്. ഞാൻ എന്ത് പറയും? 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഇട്ട് നല്ലൊരു വീടില്ലെന്നേ. ഇതുപോലെ ഈ കെട്ടിയിരിക്കുന്നില്ലേ ഫ്ലെക്സ്, ഇതുപോലത്തെ ഒരു ഫ്ലെക്സ് വലിച്ചു കെട്ടി അതിന്റെ അകത്ത് കിടക്കുന്ന ഒരു സൗകര്യം ഇല്ലാത്തൊരു വീട്. ഞാനവിടെ പോകുമ്പോൾ തലമുടിയൊക്കെ കൊഴിഞ്ഞ് വികൃതമായ രൂപത്തിൽ 1 എന്ന് എഴുതാൻ കണക്കാക്കി അസ്ഥിമഞ്ജരമായ ഒരു ശരീരം, 2 കൊച്ചുമക്കൾ, നല്ല ഓമനത്തോളം പിള്ളേര്. ഞാൻ അവിടെ പോകുന്നത് എന്ത് പറയും, എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? 4th സ്റ്റേജ് മരണ ഉറപ്പ്. പക്ഷെ ഞാനവിടെ പോയപ്പോഴേ ഞെട്ടിപ്പോയി. ചിരിച്ച് കളിച്ച് ഞങ്ങളോട് സുവിശേഷം പറയുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. പുഷ്പരാജ് ആരോഗ്യത്തിൽ സമ്പത്തിൽ നിന്നാണ് സുവിശേഷം പറയുന്നത്. നാളെ മരണത്തെ നേരിൽ കണ്ടിട്ട് കുഞ്ഞുങ്ങൾ, 2 പെൺമക്കൾ, ഈ പെൺമക്കളുടെ ഭാവി എന്താണെന്ന് അറിയത്തില്ല. മരിച്ചുപോയാൽ ആര് നോക്കുമെന്ന് അറിയത്തില്ല. സമ്പത്തില്ലെന്നേ, നല്ലൊരു വീടില്ല. ഇന്നത്തെ ദിവസം ആ ക്യാൻസർ രോഗത്തിന്റെ നടുവിൽ ഇരുന്ന് ദൈവം എന്നെ നടത്തുന്നു സുവിശേഷകരെ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. ഇവിടെ നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷേ നാളെയെ കുറിച്ചുള്ള പേടിയാ. ഇന്ന് ജീവിക്കുന്നുമില്ല. ഒരു അസുഖമാണ്, അസുഖത്തിന്റെ പേര് ഭൂതം. പ്രശ്നം ഏതാണ്? ഏറ്റവും അവസാനം ഞാൻ തന്നെ പറയാം, ദൈവം ദൂരത്ത് നിന്ന് വരുന്ന കണ്ടപ്പോൾ ഈ മനുഷ്യൻ മുട്ടുകുത്തി 2 കൈയും വിടർത്തിയിട്ട് പറയുകയാണ്, യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. കാണിക്കുന്നതെല്ലാം തരികട, പക്ഷെ ഒരു മൈക്ക് കിട്ടിയാൽ പിന്നെ ആത്മാവ് കൊണ്ട് ഇറങ്ങുകയാണ്. കാണിക്കുന്നതെല്ലാം തരികട. കുടുംബത്തിന്റെ അടുത്ത് സാക്ഷ്യമില്ല, നാട്ടിൽ സാക്ഷ്യമില്ല, സൗഹൃദങ്ങൾക്കിടയിൽ സാക്ഷ്യമില്ല. ഇന്ന് പെർഫോമൻസിന്റെ കാലഘട്ടമാണ്. ഒരു ഓർഗണം, ഒരു മൈക്ക് കൊടുത്ത് വെച്ചിട്ട് വർഷിപ്പാണ്. ജീവിതത്തിലുണ്ടോ പ്രിയപ്പെട്ടവരെ? ജീവിതത്തിൽ ദൈവത്തെ കുറിച്ച് അനുഭവിക്കാതെ നീ പാടിയാലും നീ പ്രസംഗിച്ചാലും നീ എത്ര തന്നെ സഭയ്ക്ക് വേണ്ടി കൊടുത്താലും നിനക്കും എനിക്കും ഒരു അസുഖമുണ്ട്. അസുഖത്തിന്റെ പേരാണ് ഭൂതം. അഭിനയമാണ്. മനുഷ്യനെ അഭിനയിച്ച് തോൽപ്പിക്കുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ അസുഖം എനിക്ക് നിനക്കോ? ഞാൻ ചോദിച്ചു, ഭൂതത്തെ കണ്ടിട്ടുണ്ടോ എന്ന്. നമുക്ക് പരിശോധിക്കാം. റിസൾട്ട് ഇപ്പൊ കിട്ടും. നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ റിസൾട്ട് അടിച്ചു വരും. യെസ് ഓർ നോ, ഇന്നലത്തെ പോലെ.
ശരിക്കും ദൈവത്തെ ഞാനും നീയും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? പഞ്ചസാര ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം മധുരമാണ്. അതുപോലെ ദൈവത്തെ നീ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ? ടിക്ക് ചെയ്തോ? ഹൃദയത്തെ ടിക്ക് ചെയ്താണ്. 2, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു മനുഷ്യരുമായിട്ട് നിനക്ക് ഷണ്ടയുണ്ടോ? അപ്പൻ, അമ്മ, അയൽവാസി, സഹോദരൻ, ഏതെങ്കിലും ഒരു മനുഷ്യനുമായിട്ട് നിനക്ക് ഉറപ്പുണ്ടോ? പ്രശ്നമുണ്ടോ? യെസ് ഓർ നോ? നോ ആണെങ്കിൽ നിനക്ക് അസുഖം. നിങ്ങൾ എടുക്കുക. 3, നാക്കുകൊണ്ട് പണി കൊടുത്തിട്ടുണ്ടോ? ഒരു സ്ത്രീ ഒരു ദിവസം 12,000 വാക്ക് സംസാരിക്കും. ഒരു പുരുഷൻ വളരെ പാടുപെട്ട് 4,000 വാക്ക് സംസാരിക്കും. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ശാപമിട്ടിട്ടുണ്ടോ? വചനം പറയുന്നു, നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. നമ്മൾ എങ്ങനെയാ സൂക്ഷിക്കുന്നത്? നിങ്ങള് ചെസ് കോമ്പറ്റീഷൻ അല്ലേ, ഒരു കുഞ്ഞ് 16-17 വയസ്സുള്ള ഒരു കുഞ്ഞ് ഗുകേഷ് അല്ലേ, അവനോട് ചോദിച്ചു ജയത്തെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ? അവൻ പറഞ്ഞ വാക്ക് എങ്ങനെയെന്നറിയോ? ഇവരൊക്കെയാണ് ഈ ലോകം കീഴടക്കുന്ന ആൾക്കാർ. നമ്മളെങ്കിൽ പറയുന്നത് ഇതൊക്കെ എന്തോന്ന്. നമ്മൾ പറഞ്ഞ വാക്ക്, എന്റെ മുൻപിൽ നിന്ന അവരൊരു പാളിച്ച വ്യക്തി, ആ പാളിച്ചയാണ് എന്റെ ജയം. എന്റെ എടുക്കല്ല, അവനൊരു വീഴ്ച വന്നു. എന്നിട്ട് അവൻ അടുത്ത് പറഞ്ഞ വാക്ക് എങ്ങനെയാണ്? ആ വീഴ്ചയെ ഓർത്ത് ഞാൻ വേദനിക്കും, അല്ലെങ്കിൽ അവൻ ചെയ്യുക. വിശാലമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നു. ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു അഭിനയം. ഭാര്യയുടെ മുമ്പിൽ ഒരു അഭിനയം, ഭർത്താവിന്റെ മുമ്പിൽ ഒരു അഭിനയം, അച്ഛന്റെ മുമ്പിൽ ഒരു അഭിനയം, രാഷ്ട്രീയക്കാരെക്കാൾ അഭിനയിക്കാം. ഇന്നലെ പറഞ്ഞില്ല, ഇതെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ എന്റെ ഭാര്യ വേണ്ടിക്കുന്നത് പറയും. പ്രസംഗം കൊള്ളാം, പക്ഷെ ജീവിക്കണം എന്ന് പറയും. നമുക്ക് പറയാം, പലപ്പോഴും ഞാനും അഭിനയം ചെയ്തുകൊണ്ടിരിക്കുക. അഭിനയം രസമാണ്. റിസൾട്ടായി ജീവിക്കുന്ന ദൈവത്തെ നീ രുചിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, മനുഷ്യനെ മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, നാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വയം വിഷയമുണ്ടാക്കി സ്വയം നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അഭിനയിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ, 3 പേര് ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു ഡയലോഗ് പറയും, അതിലെടുത്ത പോകുമ്പോൾ പിന്നെ അടുത്ത് പറയുന്നതോ ആ പോയവനെ കുത്തിയിട്ടായിരിക്കും. എനിക്കും നിനക്കും ഒരു അസുഖം. ഞാൻ ആദ്യം ചോദിച്ചില്ലേ ഭൂതത്തെ കണ്ടിട്ടുണ്ടോ എന്ന്? ഞാൻ എന്നോട് തന്നെ പറയും, പുഷ്പരാജ വീട്ടിൽ പോയി കണ്ണാടിയിലോട്ട് നോക്കണം, സൂപ്പർ ഭൂതത്തെ കാണാം. മഗ്ദലന മറിയം ഇതുപോലെ ഭൂതം പിടിച്ചവളായോ? ദൈവം അവളെ മാറ്റി, അവൾ സുവിശേഷം. വചനധ്യാനം വിരാമം കുറിക്കുമ്പോൾ പരീക്ഷ ഞാൻ കട്ട് ചെയ്തു, സമയമില്ല, സന്ദേശത്തിലേക്ക് ഞാൻ കിടക്കുക. നീ നിന്റെ സ്വഭാവം മാറ്റിയിട്ട് സുവിശേഷം പറയാൻ തുടങ്ങിയാൽ നിനക്ക് എന്ത് കിട്ടുമെന്നറിയട്ടെ. അത് പറഞ്ഞ് ഞാൻ ഈ വചനധ്യാനം പൂർത്തിയാക്കാം. ജീവിതത്തിൽ നീ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ സറണ്ടറായി ജീവിക്കുന്ന ഈ ദൈവത്തിന്റെ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയോടുകൂടെ ജീവിക്കാൻ ഒരുങ്ങിയാൽ ദൈവം നിനക്ക് എന്ത് തരുമെന്നറിയണ്ടേ? ഇനി ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായമാണ്. 5 മിനിറ്റ് ശ്രദ്ധിച്ചു കേട്ടെ. യേശു മരിച്ചു. യേശു മരിച്ചിട്ടും മഗ്ദലന മറിയത്തിന് ഉറക്കം വരുന്നില്ല. അവൾ സുവിശേഷം പറയുന്നവളാണ്. കാരണം ഭൂതം പിടിച്ച അവളെ, അവളുടെ പാപങ്ങൾ മുഴുവനും കഴുകി അവളെ ശുദ്ധീകരിച്ച് ഒരു മനുഷ്യ സ്ത്രീയാക്കി മാറ്റിയത് യേശുവാണ്. യേശു മരിച്ചിട്ടും അവൾക്ക് ഉറക്കം വരുന്നില്ല. അവൾക്കൊരാഗ്രഹം, യേശുവിന്റെ കല്ലറയിൽ പോകണം, സുഗന്ധതൈലം കഴിക്കണം. രാത്രി പോകാൻ കഴിയുന്നില്ല.
20-ാം അധ്യായത്തിന്റെ ബാക്കി ഭാഗം ഞാൻ പറയാം. നേരം വെളുക്കുന്നതിന് മുൻപ് ഈ ഭൂതം പിടിച്ച് സുവിശേഷം പറയുന്ന ഈ മന്ത്രനെ മറിയൻ കല്ലറ ലക്ഷ്യമാക്കി നടന്നു. കൺവെൻഷൻ ദിവസത്തിന്റെ ആദ്യത്തെ ദിവസത്തിൽ ഞാൻ പറഞ്ഞു, 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീക്ക് ഒരു വിലയുമില്ലാത്ത കാലഘട്ടം. ദൈവാലയത്തിൽ വന്ന് ഒരു യഹൂദ പുരുഷൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ, നീ എന്നെ സ്ത്രീയായിട്ടോ പന്നിയായിട്ടോ ജനിപ്പിക്കാത്തതിൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. പന്നിക്കുള്ള വില പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഒരു സ്ത്രീ രാവിലെ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് നടക്കുകയാണ്. അതൊരു വിപ്ലവമാണ്. ഇനി നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ പോകുന്ന വഴിയിൽ അവളുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. ഇന്ന് ആ ചിന്തയും കൊണ്ടാണ് ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നത്. ആ ചിന്ത എന്താണെന്ന് അറിയോ? ഞാൻ കല്ലറയുടെ മുന്നിൽ പോകും. കല്ലറ എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ കാണുന്ന സ്ട്രക്ചർ അല്ല, ഒരു ഗുഹയാണ്. ഗുഹയിൽ ഉരുട്ടി വെച്ചൊരു കല്ലുണ്ട്. ആ കല്ലിന്റെ മുന്നിൽ റോമൻ സാമ്രാജ്യം സീൽ ചെയ്തിട്ടുണ്ട്. ഭടന്മാര് നിൽപ്പുണ്ട്. ഇതാണ് കല്ലറ. രാവിലെ എഴുന്നേറ്റ് പോകുന്ന ഇവരുടെ മനസ്സിൽ മുഴുവനുള്ള ചിന്ത, ഞാൻ അവിടെ പോകും. ഓക്കെ, ആര് ഈ കല്ല് മാറ്റും? ഞാനൊരു സ്ത്രീയാണ്. കണ്ണമൂല സെമിനാരിയിലെ ഒരു കമന്ററി ഞാൻ വായിക്കുമ്പോൾ 20ഓ 20-ലധികം പുരുഷന്മാരോ ചേർന്ന് ഉരുട്ടി വെച്ച കല്ലെന്നാണ് കമന്ററി പറയുന്നത്. ഇവിടെ ഒറ്റയ്ക്ക് പോകയാ. ആര് ഈ കല്ല് മാറ്റും? ഇതിൻ്റെ അകത്ത് ചിലരൊക്കെ ആ ചോദ്യമായിട്ടായിരിക്കുന്നത്. എന്റെ കുടുംബത്തെ ആര് ശരിയാക്കും? എന്റെ കടം ആര് തീർക്കും? ഈ പുറമേക്ക് ഇങ്ങനെ കാണുന്നതൊക്കെ ഉള്ളോ? എന്റെ കുടുംബത്തിൽ എന്ന് സമാധാനം ഉണ്ടാകും? ആര് മാറ്റും? പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ ഈ ആകുലതയുമായി ഇതിന്റെ മുൻപിൽ പോകുമ്പോൾ നിങ്ങൾ ആ ഭാഗം വായിക്കാൻ സമയമില്ല. വായിച്ചാൽ നമുക്ക് രോമാഞ്ചം ഉണ്ടാകും. വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, അവൾ അവിടെ പോയപ്പോൾ കല്ല് മാറിക്കിടക്കുന്നു. ആര് മാറ്റിയെന്നറിയത്തില്ല, എങ്ങനെ മാറിയെന്നറിയത്തില്ല. ഇന്നത്തെ സന്ദേശം ഞാൻ പറയട്ടെ. നീ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സറണ്ടറായാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് അതിനപ്പുറം ഒന്നും പറയാനില്ല. കർത്താവേ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം, എന്റെ ജീവിതത്തെ ക്ലീൻ ചെയ്യാൻ എനിക്ക് കഴിയണം. ഭൂതം പിടിച്ച ഏതെങ്കിലും അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, തമ്പുരാനെ, ഐ ആം സറണ്ടർ. ഞാനൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ താല്പര്യപ്പെടുന്നു. നീ എന്നെ സഹായിക്കുന്നു പറയാൻ ഒരു മനുഷ്യൻ തയ്യാറാണെങ്കിൽ അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കും. അങ്ങനെ സാധ്യമാക്കിയ 3 ട്രോഫിയാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. ഞാനും അവളും കൂടെ മുട്ടുമടക്കി ഞങ്ങളുടെ പാപങ്ങൾ കഴുകിയപ്പോൾ, ഒരു പാസ്റ്ററുടെ മുമ്പിൽ പോയി മുട്ടുമടക്കിയതല്ല, ദൈവത്തിന്റെ മുമ്പിൽ ഞാനും അവളും കൂടെ മുട്ടുമടക്കി ഉപവസിച്ച് ഡോക്ടർമാർ അസാധ്യമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം തന്ന സമ്മാനങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ എനിക്ക് ഇവരെ കൊണ്ടുപോയി സാക്ഷ്യം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. കഷ്ടതയുണ്ട് പ്രിയപ്പെട്ടവരെ, കണ്ണുനീരുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിന്റെ നടുവിൽ നീ ഒരു അത്ഭുതമായി ജീവിക്കണം. കാരണം പോലെ സെമിനാരിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാക്ഷ്യം പറഞ്ഞ് ഞാൻ നടത്തട്ടെ. ഞങ്ങളെ സീനിയറായിട്ട് പഠിച്ച ഒരാള് പഠനം കഴിഞ്ഞ് ഇതുപോലെ ശുശ്രൂഷയിലേക്ക് ചാർജ് എടുത്തു. ഈ ശുശ്രൂഷയിലേക്ക് ചാർജ് എടുക്കുമ്പോൾ ഭയങ്കര കൊതിയോടുകൂടെയാണ് ശുശ്രൂഷയിൽ പോകുന്നത്. കാരണം എന്നാലും 5 വർഷം ശുശ്രൂഷ ചെയ്യാതെ പഠനത്തിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഒരേ ഒരു സ്വപ്നമുണ്ടോ, പ്രസംഗിക്കണം, ആരാധിക്കണം, വിസിറ്റ് ചെയ്യണം. ആദ്യത്തെ ദൈവാലയം, അദ്ദേഹത്തിന് കൊച്ചമ്മയുണ്ട്, 2 പിള്ളേരുണ്ട്. ഇത്തിരി പ്രായം ചെന്നിട്ട് പഠിക്കാൻ വന്ന ആളാണ് അദ്ദേഹത്തിന്റെ മഹായിടവക പോസ്റ്റ് ചെയ്തു. ആദ്യത്തെ പള്ളി മിഷൻ ഹൗസിൽ ചാർജ് എടുത്തു. ഈ കൊച്ചമ്മയും ഈ പിള്ളേരും ഈ ശുശ്രൂഷകരും കൂടെ ചേർന്ന് ആ മിഷൻ ഹൗസിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. കൈകാരന്മാരുണ്ട്, സെക്രട്ടറി ഉണ്ട്, കമ്മിറ്റി അംഗങ്ങളുണ്ട്, കപ്പ്യാരച്ചയുണ്ട്, എല്ലാവരും ഉണ്ട്. നിന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചിട്ട് ഇരിക്കാൻ വേണ്ടി പോകുമ്പോൾ കപ്പ്യാരച്ചൻ പറയാൻ, അച്ഛാ ഇരിക്കണ്ട, നമുക്കൊരു വീട് വരെ പോകണം. ഇവിടെ ഒരു മരണമാണ് അച്ഛൻ. വന്ന ദിവസം ഒരു പ്രാർത്ഥന പോലും കഴിഞ്ഞിട്ടില്ല, വീട്ടിൽ കയറിയതേ ഉള്ളൂ, മരണം. ഇങ്ങനെ ഒരു അച്ഛൻ വന്നാൽ നിങ്ങൾ എന്ത് പറയും? ബെസ്റ്റ് പള്ളിയെ ഒതുക്കിയിട്ട് തന്നെ അച്ഛൻ 8 വർഷം ഇരുന്ന ഭയങ്കര സങ്കടമായി. ആദ്യത്തെ ശുശ്രൂഷ മരണ ശുശ്രൂഷയാണ്. അപ്പൊ എടുത്തു ചോദിച്ചു, വയസ്സായ ആരെങ്കിലും ആണോ? ഇല്ല, ഒരു കൊച്ചുകുട്ടിയാണ്, ആൺകുട്ടി, 3 വയസ്സ് പ്രായം. പ്രാർത്ഥിക്കാൻ പോയി. നടയിലെത്തിയപ്പോ കപ്പ്യാരച്ചൻ പറഞ്ഞു, അച്ഛൻ കയറിക്കോ, ഞാനൊരു ആവശ്യം
പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ഞാൻ ഇവിടെ എത്താം. ഒറ്റയ്ക്ക് അകത്തോട്ട് പോയി. നല്ല പൊക്കമുള്ള നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഈ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി ബോഡിയുടെ മുൻപിലെത്തി. നല്ല ഓമനത്തോളം 3 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി കുറെ നേരം ബോഡി നോക്കിക്കൊണ്ട് വന്നു. പാടി, ദോഷമായി പാട്ട് പാടി പ്രാർത്ഥിച്ചു. ഈ പാട്ട് പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അടുത്ത് നിൽക്കുന്ന ആ മനുഷ്യൻ ഉച്ചത്തിൽ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, സ്തോത്രം പറയുന്നു. അച്ഛൻ തോന്നി പള്ളിയിലെ ഏതോ പ്രധാനിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അത്ര ആക്റ്റീവായിട്ട് നിൽക്കത്തില്ലല്ലോ. പുറത്തിറങ്ങിയിട്ട് ഈ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എനിക്ക് ഈ കൊച്ചിന്റെ അപ്പനെ ഒന്ന് കാണണം, ഒന്ന് സമാധാനപ്പെടുത്താൻ. പറഞ്ഞു നിന്നില്ല. ഈ മനുഷ്യൻ വെട്ടിയിട്ട വാഴത്തട പോലെ അച്ഛന്റെ പെടലിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു, ഞാനാണ് ചാപ്പൻ. അച്ഛന്റെ നാക്ക് പൊങ്ങിയില്ലെന്നാ. എങ്ങനെ പറ്റും ഈ കഷ്ടതയിൽ സ്തോത്രം പറയാൻ? എങ്ങനെ പറ്റും ഈ കഷ്ടതയിൽ പാട്ട് പാടാൻ? അച്ഛൻ പോയി. വൈകുന്നേരം 5 മണിക്ക് അടക്കം ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞു. ഈ അപ്പൻ അങ്ങനെ കരയുന്നില്ല. അമ്മയും ബോൾഡായിട്ടിരിക്കുക. ഒരു സഹോദരിയും കൂടെ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ അവിടെ വെച്ച് പറഞ്ഞു, ഇനി കുഞ്ഞിനെ യാത്രയാക്കാൻ പോവുകയാണ്. അപ്പനും അമ്മയും മുന്നോട്ട് വന്ന് കുഞ്ഞിന്റെ മുഖം മറച്ച്. അപ്പനും അമ്മയും മുന്നോട്ട് വന്നു. അപ്പനും അമ്മയും മുന്നോട്ട് വന്നിട്ട് ഈ അമ്മ ഒരു കാര്യം ചെയ്തു. ഈ മരിച്ചു കിടക്കുന്ന ഈ കുഞ്ഞ് ആ കുഞ്ഞിന്റെ കാതോട് ചേർത്ത് പിടിച്ചിട്ട് ഈ അമ്മ ഒരു കാര്യം പറഞ്ഞു. കുട്ടൂസ് എന്നാണ് പേര് കൊച്ചിന്റെ, വീട്ടുപേരാ. കുട്ടൂസേ, എന്റെ പൊന്നു കുട്ടൂസേ, മക്കളെ നീ യേശു അപ്പച്ചന്റെ അടുക്കലാണ് പോയിരിക്കുന്നത്. മക്കളെ ഇന്നലെ വരെയും ഈ വീട്ടിൽ സന്ധ്യപ്രാർത്ഥന ഉണ്ടായിരുന്നു. മക്കളെ ഇന്ന് നീ ഇല്ല. നീ ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ സന്ധ്യപ്രാർത്ഥന ഉണ്ടാകും. ഒരു പനി കൊണ്ട് പെട്ടെന്ന് മരിച്ചിട്ടില്ല. മക്കളെ ഞാനും നിന്റെ അപ്പനും നിന്റെ സഹോദരിയും വീട്ടിന്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പൊന്ന് പൈതലെ നീ യേശു അപ്പച്ചന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. സന്തോഷത്തോടെ യാത്രയാണ്. ഈ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇങ്ങനെ, ഇന്നും കോളാമ്പി പോലത്തെ ഒരു മൈക്കും പിടിച്ച് അപ്പൊ പുഷ്പരാജൻ പ്രസംഗിക്കാൻ സെറ്റപ്പ് ഉണ്ട്. ഇന്നലത്തെ കാര്യം സെറ്റപ്പ് ആയിരിക്കും. ഇന്ന് സൗണ്ട് സിസ്റ്റം ഉണ്ട്. നല്ല പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഈ പാവപ്പെട്ട കുടുംബം, സാക്ഷ്യമുള്ള കുടുംബം, കോളാമ്പി പോലത്തെ ഒരു മൈക്കും പിടിച്ച് ഒഴിവ് സമയങ്ങളിൽ തെരുവിൽ നിന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഈ അപ്പനും ഈ അമ്മയും ഈ സഹോദരിയും യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ഇതല്ലേ ഏറ്റവും വലിയ അത്ഭുതം? ആണോ? പാപങ്ങൾ കഴുക ദൈവം നിന്നെ അത്ഭുതമാണ്. ജനങ്ങൾ അമ്പരന്ന് പോകും, ഇവനെങ്ങനെ പറ്റുന്നു ഇത് ചെയ്യാൻ, ഇവനെങ്ങനെ പറ്റുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും ആര് ഈ കല്ല് മാറ്റും എന്നുള്ള വ്യഥയോടുകൂടി നിന്റെ അകത്തായിരിക്കുന്നെങ്കിൽ സൂത്രവാക്യങ്ങളൊന്നുമില്ല. നീ നിന്റെ പാപം കഴുക്, കർത്താവിന്റെ മുമ്പിൽ സറണ്ടറാക്, നിനക്ക് അത്ഭുതമാകാൻ കഴിയും. ഏകദേശം നന്നായിട്ട് ശ്രമിച്ചു നോക്കി. 12 നടത്താൻ പറ്റിയില്ല, 15 മിനിറ്റ് പോയി. ക്ഷമിക്കുക. പക്ഷെ ഞാൻ ഇത്രയും സമയം പറഞ്ഞത് ഒറ്റ വാക്കിൽ പറയാം. ഇതുവരെ കേൾക്കാത്തവർ കേട്ടെ, ഒറ്റ വാക്കിൽ പറയാം. നീ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് സുവിശേഷം ഞാൻ പറയുമെന്നൊരു തീരുമാനമെടുത്താൽ നീ അത്ഭുതമാണ്. ഇത്രയുള്ള അവസരം. ആരെയും താല്പര്യമുണ്ടോ? ഞാൻ ഈ കൺവെൻഷൻ ആഗ്രഹിക്കുന്നത് ഒരാളെങ്കിലും എന്റെ യേശുവിനെ പ്രസംഗിക്കുന്നതാണ്. പ്രായം വിഷയമല്ല, പൊസിഷൻ വിഷയമല്ല, പഠനമില്ല, അതിന്റെ സബ്ജക്റ്റേ അല്ല. പഠിപ്പിക്കും, ദൈവം പഠിപ്പിക്കും. നീ തയ്യാറാണ്, ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റട്ടെ. അങ്ങനെ തയ്യാറാണെങ്കിൽ ആദ്യം പാടിയ പാട്ട് ഒന്ന് നമുക്ക് പാടാം. പോകാം ഞാൻ, പോകാം ഞാൻ കൽപ്പിക്കും പോലെ. കർത്താവേ ഞാൻ പോകാം, നീ പറയും പോലെ ഞാൻ പോകാം. മക്കളെ ലഹരിക്കാരെങ്കിലും അടിമയായിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വഴിവിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അനാവശ്യ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, തകർച്ചയിൽ നീ ജീവിക്കുന്നെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു. പോകാം ഞാൻ
പോകാം ഞാൻ കൽപ്പിക്കും പോലെ, മാറില്ല പിന്മാറില്ല എന്നന്ത്യനാൾ വരെ. സാറും ഭാര്യയും എന്നത് പറഞ്ഞില്ലേ, എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് പറയണം കേട്ടോ. നമുക്ക് എൻ്റെ മക്കൾ തെറ്റിയല്ല, എൻ്റെ മക്കൾ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഭ, എൻ്റെ അയൽവാസി സ്നേഹിക്ക്, ദൈവത്തെ സ്നേഹിക്ക്, സ്വയം വിശദീകരിക്ക്, വചനം എടുത്ത് യുദ്ധം ചെയ്യും. ദൈവം കൂടെയുണ്ട്. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിലൂടെ ഞങ്ങൾ ആഴമായി സ്നേഹിക്കുന്ന കർത്താവേ, അടിയൻ നനച്ചതല്ല, പ്രതീക്ഷിച്ചതല്ല, ഈ ഒരു സ്ഥലത്ത് വന്ന് എൻ്റെ അപ്പൻ്റെ വചനത്തെ പറയാൻ ഒരു അവസരം തന്നതിനായി സ്തോത്രം. ഞങ്ങൾ കുടുംബമായി വന്നു ഈ ശുശ്രൂഷ ചെയ്ത് ഇന്ന് പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിത മേഖലകളിലേക്ക് പോകുമ്പോൾ കർത്താവെ, വിതയ്ക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി തീരാൻ സഹായിക്കണമേ. ഈ സഭയിൽ നിന്ന് സുവിശേഷങ്ങൾ പറയുന്ന മക്കൾ എഴുന്നേൽക്കട്ടെ. ഈ സഭയിൽ ഒരു വിശുദ്ധീകരണം ഉണ്ടാകട്ടെ. ഇന്നു മുതൽ മനസ്സ് തുറന്ന് ജീവിതത്തെ വിശുദ്ധിയുടെ പാതയിലേക്ക് ആനയിപ്പാൻ സ്വർഗമേ നീ കൃപയാൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ നിറഞ്ഞവരുണ്ട്. അതാണ് സുവിശേഷത്തിന്റെ വിജയമെന്നും അടിയൻ മനസ്സിലാക്കുന്നു. അപ്രകാരം പ്രാർത്ഥനയോടുകൂടെ ക്രമീകരിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിന്റെ കൃപ പകരണമെന്ന് അടിയങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് കൃപയുടെ കരങ്ങൾ അടിയങ്ങളെ താങ്ങണം സ്വർഗീയ നല്ല പിതാവേ. പരമാവധി ദൈവം തന്ന സമയത്തെ ഞാൻ പ്രയോജനപ്പെടുത്തിയെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കുടുംബത്തെ ഓർക്കുക. ഒറ്റ ആഗ്രഹമുള്ള, വേറെ ഒന്നും വേണ്ട. ഈ സുവിശേഷം ഈ കാലഘട്ടത്തിനനുസൃതമായി പറയണം. കുറച്ചു പേരെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. അതിലേക്ക് വേണ്ടി ഓടാൻ പ്രിയപ്പെട്ടവർ, എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണേ. കഴിയുന്ന സമയത്ത് ഞങ്ങളും ഈ സമയം മറക്കത്തില്ല. വിശേഷിച്ചും ഇന്നത്തെ ദിവസം 12:20 സ്റ്റോപ്പ് ചെയ്തു. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. Now,